ഇന്ന് കാണിക്കുന്നത് കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് മുന്നേ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. ഇത് കാണാനുള്ള മൊഞ്ച് മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ 5 മുട്ട വേണം. ഒരു മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 മുട്ടയുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എഗ് യോക്കെല്ലാം നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. എന്നിട്ട് ഈ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ച ബൗളുണ്ടല്ലോ, അതിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശം ബ്രൗൺ പാർട്സ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാണ്ട്, ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട്, അതായത് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിതരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ആവിച്ചമ്പ് ചൂടായതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ആവിയിലാണിത് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ എഗ് യോക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ 2 നുള്ളി ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് നമുക്ക് ഇത് വെന്തതിന് ശേഷം അതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സ്ക്യൂർ വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് ഏലക്കപ്പൊടി ചേർത്തുകൊണ്ടായിട്ട് അടിയിൽ ഇതുപോലെ കറുത്ത കളറൊക്കെ വരുന്നത്. നമുക്ക് വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലെയിനായിട്ട് വൈറ്റിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചൂടോട് കൂടെ തന്നെ കഴിച്ചാലും ടേസ്റ്റാണ്. അതല്ല നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടാവില്ല കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. മുട്ടയാണല്ലോ അതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. ഇവിടെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ മുട്ടയുടെ ടേസ്റ്റ്. ഞങ്ങൾക്കൊന്നും വലിയ വിഷയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ്, ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.